കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് പോവുകയാണ്. നമ്മുടെ ത്രികോണം പരിഗണിക്കാം. ഏത് ത്രികോണങ്ങൾ എടുത്താലും കഴിഞ്ഞ ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിലെ കോണുകൾ 45 ഡിഗ്രി, അതുപോലെ 90 ഡിഗ്രി, അല്ലെങ്കിൽ 30, 60, 90 ആയിരുന്നു. ത്രികോണങ്ങളുടെ കോണുകൾ പലതാവാം. അപ്പോൾ ഈ സമയത്തും നമുക്ക് ഈ കാര്യം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമുക്ക് അടുത്ത ഭാഗം ആരംഭിക്കുന്നത്. ഇവിടെ ഒരു ത്രികോണത്തിന്റെ കോണളവ് എന്തോ ആയിക്കോട്ടെ, അതിന് നേരെ എതിരെയുള്ള വശത്തെ എതിർവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ് എന്നും അടുത്തുള്ള വശത്തെ സമീപവശം അഥവാ അഡ്ജസന്റ് സൈഡ് എന്നും 90ക്ക് നേരെയുള്ള സൈഡിനെ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് എന്നും എടുക്കുകയാണെങ്കിൽ ഈ കോണിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവ തമ്മിലുള്ള റേഷ്യോയ്ക്ക് നമ്മൾ ചില പേരുകൾ കൊടുക്കുകയാണ്. വശങ്ങളുടെ അംശബന്ധങ്ങൾക്ക് പേര് കൊടുക്കുകയാണ്. അതായത് ഒന്നാമത്തെ സൈൻ എന്നെടുത്തു. സൈൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം അഥവാ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നതിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് എന്ത്? സൈൻ. അടുത്ത ആളാണ് കൊസൈൻ. കൊസൈൻ മീൻസ് സിമ്പിൾ ആയിട്ട് കോസ് എ എന്നെഴുതി. സമീപവശവും കർണവും തമ്മിലുള്ള റിലേഷന് കൊടുക്കുന്ന പേരാണ് കോസ്. ഇനി എതിർവശവും സമീപവശവും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ടാൻ എന്ന ബന്ധം കൊണ്ട് ഉപയോഗിക്കും. അതായത് ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഈ മൂന്ന് റിലേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇവയിലെ ഈ ആംഗിളുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, അതുപോലെ 45 ഡിഗ്രി, ഈ സമയത്ത് വരുന്ന വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കണം. 30 ഡിഗ്രി ആകുന്ന സമയത്ത് സൈൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 ബേസ് ചെയ്താൽ സൈൻ 30 എന്ന് പറഞ്ഞാൽ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് 1ഉം അതിന്റെ ഹൈപ്പോട്ടന്യൂസ് 2ഉം ആയതുകൊണ്ട് 1/2. കോസ് 30 എന്ന് പറയുമ്പോൾ അതിന്റെ അഡ്ജസന്റ് സൈഡ് സമീപവശം √3ഉം ഹൈപ്പോട്ടന്യൂസ് 2ഉം ആയതുകൊണ്ട് √3/2. 45 ആവുന്ന കേസിൽ 45ന്റെ ഓപ്പോസിറ്റ് 1 ആണ്, ഹൈപ്പോട്ടന്യൂസ് √2 ആണ്. സോ 1/√2 ആണ് സൈൻ വാല്യൂ ആയി പരിഗണിക്കുക. കോസ് വാല്യൂ ആണെങ്കിലോ അഡ്ജസന്റ് സൈഡ് 1 ആണ്, ഹൈപ്പോട്ടന്യൂസ് √2 ആണ്. സോ ഇത് അഗൈൻ 1/√2 എന്ന് കിട്ടി. ഇനി 60 എന്നുള്ള ആംഗിൾ വെച്ച് പറയുകയാണെങ്കിൽ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 60ക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡ് √3ഉം ഹൈപ്പോട്ടന്യൂസ് 2ഉം ആയതുകൊണ്ട് √3/2. കോസ് വാല്യൂ എടുക്കുന്ന സമയത്ത് 1/2 എന്ന് വരും. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് വരും. ഈ വാല്യൂസുകൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. എക്സാമിന് ഈ വാല്യൂസ് തരില്ല, മറ്റു വാല്യൂസ് വരുന്ന സമയത്ത് ഈസി ആയിട്ട് തരികയും ചെയ്യും. ഇനി അടുത്തൊരു സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത് ഒരു സർക്കിളിന്റെ, വെറും സർക്കിൾ അല്ല, ഇതൊരു ഇൻസർക്കിൾ ആണ്. ഇൻസർക്കിളിന്റെ വാല്യൂ കാണുന്ന പ്രോബ്ലം. ഈ ഇൻസർക്കിളിന്റെ റേഡിയസ് ഞാൻ r എന്ന് കൺസിഡർ ചെയ്യണം. ഇൻസർക്കിളിന്റെ റേഡിയസ് r ഉം ഇവിടുത്തെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, എ എന്ന ആംഗിൾ വെക്കുകയാണെങ്കിൽ ബി സി എന്ന് പറയുന്ന കോഡിന്റെ ലെങ്ത് 2r × sin a എന്നായിരിക്കും. മറക്കരുത്, എയെ ബേസ് ചെയ്ത് പറയുകയാണ്. റേഡിയസ് ഇൻസർക്കിളിന്റെ സർക്കം സർക്കിളിന്റെ വാക്ക് മാറിപ്പോയതാണ്. സർക്കം സർക്കിൾ പരിവൃത്തം, അതിന്റെ ആരം r ആവുകയാണെങ്കിൽ കോഡിന്റെ നീളം എന്ന് പറയുന്നത് 2r × sin c ആണ്. ബി എന്ന് പറയുന്ന ആംഗിളിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എ സിയുടെ സൈഡ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 2r × sin b ആണ്. സി വെച്ച് പറയുകയാണെങ്കിൽ ഈ സൈഡിന്റെ നീളം 2r × sin c ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ 90-നേക്കാൾ കൂടുതലാണെങ്കിൽ, ഇതില് 90-ൽ കുറവാണ്, ഇവിടെ 90-നേക്കാൾ കൂടുതലാണെങ്കിൽ അതിന്റെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2r × 180 - a ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 120 ആണെന്ന് വിചാരിച്ചു.
അങ്ങനെയാണെങ്കിൽ ഇവിടെ 2r ഇൻറ്റു സൈൻ 180 നിന്ന് 120 കുറച്ചാൽ 60 ഡിഗ്രി. ഇതായിരിക്കും കാണുന്നത്, മറക്കരുത്. ഇനി 90 ഡിഗ്രി ആണ് വരുന്നത് എങ്കിൽ ഓൾറെഡി നമുക്കറിയാം ഇത് അതിന്റെ ഡയമീറ്റർ ആയിരിക്കും. ആംഗിളിന്റെ സെമി സർക്കിൾ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും. അത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി മാറി? അതിന്റെ ഡയമീറ്റർ ആയി മാറി. അപ്പൊ ഈ റൂള് മറക്കരുത്. ഉദാഹരണമായിട്ട് ആംഗിൾ എക്ക് നേരെയുള്ള സൈഡ് ഇതാണ്. ഇതിന്റെ ലെങ്ത് BCO ആണെങ്കിൽ നമുക്ക് 2r is equal to BC by sin A എന്ന് പറയാം. ഒരു പരിവൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ വ്യാസം കാണാൻ പകരം നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. 2r is equal to അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഞാൻ അഥവാ കോഡിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ആംഗിൾ. ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടന്റ് ഒഴിവാക്കി പരീക്ഷ രീതിയിലാണ് പറയുന്നത്. ഇവിടുത്തെ കോണ് തന്നിട്ടുണ്ടാവും. ഇവിടുത്തെ കോണ് 120 ഡിഗ്രിയിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ കോൺ എത്രയെന്ന് പറയാം? 60 ഡിഗ്രി എന്ന് പറയാം. തുടർന്ന് ഈ ലെങ്ത് ഉപയോഗിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇവിടെ നോക്ക്. In a triangle, one side is 9 centimeter long. The angle opposite to it is 35 degree. Find the circumdiameter. അതായത് കണ്ടുപിടിക്കേണ്ടത് 2r ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താവും? പരിവൃത്ത ആരം കാണിക്കുക, സർക്കം റേഡിയസ് കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ആരം എന്നല്ല വ്യാസം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് എഴുതി 2r is equal to BC by sin A. ഇതിന് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് 9 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ആ സൈഡിന് ഓപ്പോസിറ്റ് ആയ ആംഗിൾ 35 ഡിഗ്രിയുമാണ്. ഇതിന്റെ റേഡിയസ് r ആയി കൺസിഡർ ചെയ്താൽ 2r is equal to ഇതിന്റെ കോഡ് എത്രയായിരുന്നു? 9 by sin 35. അപ്പോൾ ഈ sin 35ന്റെ വാല്യൂ ടേബിൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിനെന്ത് ചെയ്യണം? നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ അതൊന്ന് ട്രൈ ചെയ്യുക. sin 35ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ചെയ്ത് നോക്കുക. ആൻസർ നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരിക്കൽ കൂടി ഇത് മറക്കല്ലേ. ഇവിടുത്തെ ആംഗിൾ തന്നതുകൊണ്ട് ഈ സൈഡും അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തു. 2r circumdiameter is equal to opposite chord divided by തന്ന sin angle sin 35. 35ന്റെ വാല്യൂ പരീക്ഷയ്ക്ക് തരും. ഇപ്പൊ നിങ്ങൾ ചെയ്ത് ഉത്തരം പോസ്റ്റ് ചെയ്യാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. In a triangle, one side is 9 centimeter long. The angle opposite to it is 145. Find the circumdiameter. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. ഒരു ത്രികോണത്തിന്റെ ഒരു വശം 9 സെന്റിമീറ്ററും അതിനെതിരെയുള്ള കോൺ 35 ഡിഗ്രിയുമാണ്. പരിവൃത്ത ആരം കാണുക. രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നതാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണം. സർക്കിൾ വരച്ചു. സർക്കിൾ വരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന്റെ ഉള്ളിലുള്ള കോൺ വരച്ചു. ഇവിടുത്തെ കോൺ തന്നിട്ടുണ്ട്. എത്രയാണത്? 145 ഡിഗ്രി. 90നേക്കാൾ കൂടുതലായതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച ആ രീതിയിൽ 2r is equal to ഇവിടുത്തെ സൈഡ് എത്രയാണ്? 9 സെന്റിമീറ്റർ. 2r is equal to 9 by sin 180 മൈനസ് 145. അതായത് 9 by sin 180 നിന്ന് 145 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? sin 35. നമുക്ക് സർക്കംഡയമീറ്റർ കിട്ടും. ഇനി അത് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് വേറൊരു ടെക്നിക്ക് ചെയ്യാം.
ഈ സൈഡിലേക്ക് ഇതിനെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് വരച്ചാൽ ഇത് എന്തായി മാറി? ഒരു സൈക്ലിക് ആയി മാറി. അപ്പൊ ഇവിടുത്തെ ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും, 180 കിട്ടും. ഇത് 145 ആയതുകൊണ്ട് ഇവിടുത്തെ കോൺ എത്രയായി മാറും? 35 ഡിഗ്രി ആയി മാറും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2r = ഈ സൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഈ സൈഡിലേക്ക് വന്നു. ഇത് 35 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. സോ 9/sin35. ഇത് ഡയമീറ്റർ ആണ്. ആരം കാണാൻ പറഞ്ഞാൽ അഥവാ സർക്കം റേഡിയസ് കാണാൻ പറഞ്ഞാൽ ആ കിട്ടിയ ഉത്തരത്തിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. ചെയ്യുക, ഉത്തരം പോസ്റ്റ് ചെയ്യുക. ഇവിടെ നോക്ക്, വേറൊരു ക്വസ്റ്റ്യൻ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം ഇത്രയും ക്വസ്റ്റ്യൻസ്. ഇവിടുത്തെ കോൺ 60 ഡിഗ്രിയാണ്, ഇവിടുത്തത് 10 ആണ്. റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കാണാനുള്ള വഴി നമുക്കറിയാം. ഡയമീറ്റർ = BC/sin. ഇനി വേറെ ടെക്നിക് ഉണ്ട്. ബിയും സിയും ഉണ്ട്. ബാക്കിയുള്ള സൈഡ് ഏതാ? ലെറ്റർ ഏതാണ്? എ, വെർട്ടെക്സ് എ അല്ലേ? ഇവിടെ അത് കൊടുത്താൽ മതി, sin A. ഇനി ഈ സൈഡിലാണ് തന്നിരുന്നത്, എന്താ വരിക നോക്ക്? AC/sin. എയും സിയും ഉണ്ട്. അടുത്ത ലെറ്റർ ഏതാണ്? ബി. ഇതായിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾ ഉപയോഗിക്കേണ്ടത്. അപ്പോ ബി സിന്റെ ലെങ്ത് 10 ആണ്. sin A എന്ന് പറഞ്ഞാൽ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. അപ്പൊ നമ്മൾ ഈ സമയത്ത് ടേബിൾ വാല്യൂ തരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ട്രിഗണോമെട്രിക് നമ്മൾ ആദ്യം പഠിച്ച് വാല്യൂ ഉപയോഗിക്കണം. sin 60 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ഓർമ്മ ഉണ്ടോ? sin 60 എന്ന് പറഞ്ഞാൽ √3/2. നമ്മളെ ഉത്തരം 10/√3/2. ഈ ഡിനോമിനേറ്ററിലുള്ള 2 ഇവിടെ മുകളിലേക്ക് വരും. ഹരിക്കണം എന്തായി മാറും? മൾട്ടിപ്ലൈ മാറും. സോ 20√3. ഇതാണ് ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താവും വരിക? 20ന്റെ പകുതി, 10√3 സെന്റിമീറ്റർ. പരീക്ഷയ്ക്ക് നമ്മളോട് പറയുകയാണ് കൃത്യമായിട്ട് വാല്യൂ കാണണം എന്നൊക്കെ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും ചെക്ക് ചെയ്യുക, പിന്നീട്